അറിവും ആഘോഷങ്ങളും പുതു അനുഭവങ്ങളും സമ്മാനിച്ച് മുകുളങ്ങൾ 2026 ബാലസൗഹൃദ സഹവാസ ക്യാമ്പിന് സമാപനം. ഒരിക്കൽ കൂടെ റെഡി 1 2 എല്ലാവരും ചെയ്യണം കേട്ടോ. ചെയ്യാത്തവരെ നമ്മൾ നടുവിൽ കൊണ്ട് നിർത്തി കുനിച്ച് നിർത്തി ചെയ്യും. അപ്പോൾ കുനിഞ്ഞു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലസൗഹൃദ സഹവാസ ക്യാമ്പായ മുകുളങ്ങൾ 2026 3 ദിവസങ്ങളിലായി കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് ലൈറ്റ് ഹൗസിനോട് ചേർന്ന കടൽ തീരത്തിനടുത്തുള്ള ഹോട്ടലിൽ വെച്ച് ആവേശകരമായി നടന്നു. 105 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് അറിവും അനുഭവങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒരുമിച്ച് ചേർന്ന മനോഹര വേദിയായി മാറി. ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ തന്നെ വിദ്യാർത്ഥികളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അക്വേറിയം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പഠനയാത്രയായി കൊണ്ടുപോയി. പുതിയ അനുഭവങ്ങളും കാഴ്ചകളും കുട്ടികൾക്ക് വലിയ കൗതുകമായി. തുടർന്ന് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകളും പ്രത്യേക കലാപരിപാടികളും സംഘടിപ്പിച്ചു. ആവേശത്തോടെയും സന്തോഷത്തോടെയും 1ാം ദിവസത്തിന് സമാപനമായി. 2ാം ദിവസം രാവിലെ യോഗ പഠന കളരിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് കോവളം ലൈറ്റ് ഹൗസിലേക്കുള്ള യാത്ര കുട്ടികൾക്ക് മറക്കാനാകാത്ത അനുഭവമായി മാറി. ലൈറ്റ് ഹൗസിൽ പോയത് അടിപൊളിയായിരുന്നു. സൂപ്പർ ക്യാമ്പ്, നല്ല സൂപ്പറായിരുന്നു. ഉയരങ്ങളിൽ നിന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ച നിമിഷങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പുതു അനുഭവങ്ങൾ സമ്മാനിച്ചു. അനുഭവങ്ങളും സമ്മാനിച്ച് മുകുളങ്ങൾ 2026 ബാലസൗഹൃദ കുട്ടികൾക്കായി രഞ്ജിത്ത് നയിച്ച ഹെൽത്ത് ക്ലാസും മോട്ടിവേഷൻ സെക്ഷനും കൂടാതെ വാഴ സിനിമയിൽ ഹാഷിറിന്റെ അന്വേഷണം അവതരിപ്പിച്ച ചലച്ചിത്ര നടി കുട്ടികളുമായി സംവദിച്ച് പ്രചോദനപരമായ അനുഭവങ്ങൾ പങ്കുവച്ചു. DJ നൈറ്റ് 2ാം ദിവസത്തെ കൂടുതൽ ആവേശഭരിതമാക്കി. 3ാം ദിവസം ക്രാഫ്റ്റ് വില്ലേജ് സന്ദർശനവും വിവിധ അനുഭവ പാഠങ്ങളും കുട്ടികൾക്ക് ഒരുക്കിയിരുന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികളോടൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ചത് ക്യാമ്പിനെ കൂടുതൽ മനോഹരമാക്കി. ശരി നീ പറയൂ, ഇവിടെ വെച്ചാണ് എന്റെ കുതിരയെ നീ കണ്ടത്? കാണാതെ നിനക്ക് പറയാൻ കഴിയില്ലല്ലോ. വീണ്ടും ചോദിച്ചു. അപ്പൊ അവൻ വീണ്ടും പറഞ്ഞു. മിടുക്കനായ കുട്ടി പറഞ്ഞു, നിങ്ങളുടെ കുതിരയുടെ ഇടത് കാലിൽ ഒരെണ്ണത്തിന് മുടങ്ങുണ്ടോ? അതെ, ശരിയാണ്. കാക്കയും പ്രാവും പറക്കുന്ന പോലെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്? കാക്കയും പ്രാവും പറക്കുന്ന പോലെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്? കൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സഹവാസ ക്യാമ്പ് അതിന്റെ സമാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിയിക്കുന്നു.
ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്ന വിവിധ വിനോദ പഠന പ്രചോദന പരിപാടികൾ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളായി മാറി. നമസ്കാരം, ഞാൻ പ്രിയദർശിനി, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പഞ്ചായത്ത് നടത്തുന്ന കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പിൻ്റെ സമാപനത്തിൽ പങ്കെടുത്തിട്ട് ഇരിക്കുകയാണ്. മുകുളങ്ങൾ എന്ന പേരിൽ 3 ദിവസം നടക്കുന്ന ഈ സഹവാസ ക്യാമ്പ് കോവളം കടപ്പുറത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഫ്യൂഷനിൽ വെച്ചാണ് നടത്തുന്നത്. വലിയ സന്തോഷം തോന്നിയത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സഹവാസ ക്യാമ്പിൽ 105 കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ക്യാമ്പുകൾ നമുക്ക് സംഘടിപ്പിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ സഹവാസ ക്യാമ്പ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുഴുവനായി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതും അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് അറിവുകളും അവർക്ക് ഒരുമിച്ച് കൂടുവാനും സന്തോഷിക്കുവാനും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യുവാനും ഒക്കെയുള്ള പരസ്പരം അറിയുവാനും അറിയിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണ് ഈ ക്യാമ്പിലൂടെ നടത്തുവാനായിട്ട് സാധിക്കുന്നത്. ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് 21, 22, 23 തീയതികളിലായി 3 ദിവസമായി ഗ്രാമപഞ്ചായത്തിനകത്തുള്ള കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹവാസ ക്യാമ്പ് ആരംഭിക്കുകയുണ്ടായി. കോവളത്തിൻ്റെ മനോഹരമായ തീരത്താണ് നമ്മളിത് ആരംഭിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ മറൈൻ അക്വേറിയവും നമ്മൾ വിഴിഞ്ഞം പോർട്ടും അതുപോലെ തന്നെ കൊണ്ടുപോവുകയും ഇവിടെ വന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് സമാപിക്കുകയും നമ്മളിവിടെ 3 ദിവസവും സ്റ്റേ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. രണ്ടാമത്തെ ദിവസം തന്നെ കോവളത്ത് ലൈറ്റ് ഹൗസ് കാണിക്കുകയും ക്രാഫ്റ്റ് വില്ലേജ് അടക്കമുള്ള ഉള്ളിടത്തെല്ലാം കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് സഹവാസ ക്യാമ്പ് മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ കലാപരിപാടികൾ കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടം സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് നമ്മൾ നടത്തി കൊടുത്തത്. 3-ാമത്തെ ദിവസം ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനിയാണ് സമാപന യോഗം ഉദ്ഘാടനം കൊണ്ടും നല്ല ഈ വർഷത്തെ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വർഷമായിരിക്കും ഈ വർഷം. 2 മാസത്തെ വേനൽ അവധിക്കാലത്ത് അടിച്ചു പൊളിച്ച് തന്നെയാണ് അവർ ഈ സഹവാസ ക്യാമ്പിൽ പങ്കെടുത്തത്. അടുത്ത വർഷവും വരും വർഷവും ഇത്തരത്തിലുള്ള സഹവാസ ക്യാമ്പുകൾ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കും. ഞാൻ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നമ്മളിവിടെ സഹവാസ ക്യാമ്പ് 3 ദിവസം 21, 22, 23 തീയതികളിൽ ഈ ഹോട്ടലിൻ്റെ ഫ്യൂഷൻ ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി. 105 കുട്ടികളെ പങ്കെടുക്കുകയും വിജയകരമായി ഈ ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. എല്ലാ കുട്ടികളും വളരെ അച്ചടക്കത്തോടുകൂടി പെരുമാറുകയും നല്ല സമീപനം ഉണ്ടാവുകയും ചെയ്തു. വന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാ മെമ്പർമാർക്കും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഹാർദമായ നന്ദിയും അറിയിക്കുന്നു. ഇതോടൊപ്പം ഇതുവരെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന മീഡിയ വർക്കർക്കും ഇതിനോടൊപ്പം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ RS ശ്രീകുമാർ, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിൽ ഫ്യൂഷൻ ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ പഞ്ചായത്ത് കഴിഞ്ഞ 3 ദിവസക്കാലമായി കഴിഞ്ഞ 21, 22, ഇന്ന് 23 ഈ 3 ദിവസങ്ങളിലായി ഞങ്ങളുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 105ഓളം വരുന്ന കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് ഈ ക്യാമ്പ് സമാപിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത്. കുട്ടികളുടെ കാര്യത്തിൽ 2000 മുതൽ ഇങ്ങോട്ട് നാളിതുവരെ വൈവിധ്യമാർന്ന പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്ത പഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായി ബഡ് സ്കൂൾ ആരംഭിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ്, വെങ്ങാനൂരിലാണ്. ഇന്ന് ആ ബഡ് സ്കൂള് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും
വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടികളെ കണ്ടെത്തുന്ന സർവേയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കുട്ടികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അവ ഓരോന്നായി സമയബന്ധിതമായി പരിഹരിക്കപ്പെടുന്നതിനുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ 25 വർഷമായി ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വച്ചിരുന്ന കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പ് ഈ 26-27 വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവറായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരുന്നത്. കുട്ടികളുടെ വ്യക്തിത്വ വികസനം, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, അവരുടെ സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക, കലാകായിക ശേഷികളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക, അവർ നേരിടുന്ന പരിമിതികളെയും വെല്ലുവിളികളെയും കണ്ടെത്തുക, അവയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ചിന്തകളും ചർച്ചകളും നടത്തുക, അതിലൂടെ അവ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. മുകുളങ്ങൾ എന്ന പേരിൽ പഞ്ചായത്തിൽ തലത്തിൽ ഒരു ബാല സൗഹൃദ സമിതി രൂപീകരിച്ചിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ഓരോ വാർഡ് തല ബാല സമിതികളും പഞ്ചായത്ത് തലത്തിൽ വിവിധ വാർഡ് സമിതികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് തല സമിതിയും ആ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പഞ്ചായത്തിലോട്ട് സമർപ്പിക്കുകയും ഓരോ വാർഷിക പദ്ധതിയിലും ഓരോ പദ്ധതികളായി മുൻഗണനാക്രമത്തിൽ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ശക്തമായ ഇടപെടലാണ് ഞങ്ങൾ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സഹവാസ ക്യാമ്പ് ഇപ്പോൾ നടത്തി വരുന്നത്. വളരെ ആവേശകരമായ അനുഭവമാണ് കുട്ടികളിൽ നിന്ന് ഈ ക്യാമ്പിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇതിന് ശേഷം ചേരുന്ന പഞ്ചായത്തിലെ ബാലസഭാ സമിതിയും അതുപോലെ തന്നെ ഗ്രാമസഭകളും ചർച്ച ചെയ്യുകയും വികസന സെമിനാറിൽ അവ പരിഹരിക്കുന്ന പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നതും അറിവ് പകരുന്നതും അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും കഴിയുന്ന വൈവിധ്യമാർന്ന ക്ലാസ്സുകളും സന്ദർശന പരിപാടികളും പരിശീലന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇന്ന് ഈ പരിപാടിയുടെ പൂർണ്ണമാകുകയാണ്. തുടർന്ന് അങ്ങോട്ട് അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് പഞ്ചായത്ത് കടക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് മഞ്ഞിലാസ് കുട്ടപ്പൻ. ഞാൻ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. നമ്മുടെ പഞ്ചായത്തിൽ സഹവാസം എന്നൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുകുളങ്ങൾ എന്നുള്ള പേരിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുടെ വൈവിധ്യങ്ങൾ, അവരുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന കായിക മത്സരങ്ങൾ, പ്രവർത്തികൾ എല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ ക്ലാസ്സുകളും അവർക്ക് സന്തോഷകരം പകരുക എന്നതാണ്. സ്കൂൾ ജീവിതത്തിൽ നിന്നും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ജീവിത ശൈലിയോടുകൂടി അടുപ്പിക്കുന്ന എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് നെല്ലിവിള 8ാം വാർഡ് മെമ്പറാണ്. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ മാനസികമായും ശാരീരികമായുമുള്ള ഉല്ലാസങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇന്നത്തെ സഹവാസ ക്യാമ്പ്. അതിന് നല്ലൊരു പേരാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയിരിക്കുന്നത്. മുകുളങ്ങൾ എന്നാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതി. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തറിയപ്പെടുന്ന ഒരു തീരം, കോവളം കടൽ തീരത്തിൻ്റെ കടൽ ഫീഷൻ എന്ന റിസോർട്ടിലാണ് കുട്ടികളുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ്. അതുപോയിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര തുറമുഖം, അതുപോലെ മറൈൻ അക്വേറിയം, കടൽ തീരം, കുട്ടികളെ പറ്റി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന ഏക ഒരാശയം മാത്രമേ ഉള്ളൂ. ഈ പദ്ധതി വളരെ വിജയകരമായിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പായി അതിനകത്ത് വിശ്വസിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ നമ്മുടെ ഈ കുട്ടികളെ, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ മറ്റു ജില്ലകളിൽ കൂടെ കൊണ്ടുപോയി സഹവാസ ക്യാമ്പ് നടത്തുവാൻ അടുത്ത നമ്മുടെ ഭരണസമിതിക്ക്
അത് നടപ്പിലാക്കാൻ കഴിയട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സജിതകുമാരി KR. ഞാൻ ഗവൺമെൻറ് LPS മുട്ടക്കാട് സ്കൂളിലെ പ്രഥമ അധ്യാപികയാണ്. ഞാനാണ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട സഹവാസ ക്യാമ്പ് മെയ് 21, 22, 23 തീയതികളിലായി കോവളം ബീച്ച് റോഡ് ഹോട്ടലിലുള്ള ഫിഷനിൽ വെച്ച് നടത്തി. അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറാണ് ഞാൻ. കുട്ടികൾക്ക് വിവിധ വാർഡുകളിൽ നിന്നുള്ള പങ്കെടുത്ത കുട്ടികൾക്ക് ഒരുമിച്ച് അവരുടെ സർഗ്ഗവാസനകളും അതുപോലെ തന്നെ അവരുടെ പല കഴിവുകളും ഈ ക്യാമ്പിലൂടെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കൂടുതലായിട്ട് നടത്താൻ കഴിയട്ടെ. അതുപോലെ എല്ലാവരുമായി ഒത്തൊരുമിച്ച് സഹകരണത്തോടെയും നല്ല ഉത്തരവാദിത്വ ബോധത്തോടെയും പ്രവർത്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നേരറിവിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ശബ്ദം. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ജനങ്ങളിലേക്ക്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലൂടെ പരിഹരിക്കപ്പെടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ, അറിയിപ്പുകൾ, വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക്. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ.